ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കിടിലം വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഇന്നൊരു ഒറ്റമൂലിയായിട്ടാണ് നിങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത് കേട്ടോ. ഈ ഒരു ഒറ്റമൂലി ഞാൻ പരീക്ഷിച്ച് അതിൻ്റെ റിസൾട്ട് കിട്ടിയതിന് ശേഷം മാത്രമാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് ഈ തണുപ്പ് കാലവും അതേപോലെ നമ്മൾക്ക് മഴക്കാലമൊക്കെ ആകുമ്പോഴേക്കും കുട്ടികളിലും മുതിർന്നവരിലൊക്കെ ഈ ഒരു വിട്ടുമാറാത്ത ചുമ വരാറുണ്ട്. അതേപോലെ ജലദോഷം, ഇങ്ങനെ മൂക്കിൽ നിന്നിട്ട് ഇങ്ങനെ വെള്ളം വരിക, അല്ലെ മൂക്കൊലിപ്പ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ ഇത് കഠിനമായിട്ട് വരികയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഒരു ആൻറ്റിബയോട്ടിക് കഴിച്ചാൽ മാത്രമേ അത് മാറാറുള്ളൂ. എന്നാൽ ചെറിയ രീതിയിൽ ഇത് വരും, പക്ഷേ ഇത് വിട്ടുമാറില്ല പെട്ടെന്നൊന്നും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് പരീക്ഷിക്കാൻ പറ്റുന്ന ഒരു ഒറ്റമൂലിയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് പനിക്കൂർക്കയാണ് അല്ലേ. സർവ്വരോഗശമനി എന്നാണ് നമ്മൾ ഈ ഒരു ഇലയെ അറിയപ്പെടുന്നത് തന്നെ, ഈ ഒരു ചെടിയെ. അപ്പോൾ ഇതിൻ്റെ പനിക്കൂർക്കയുടെ ഇല നമ്മൾ എടുക്കുന്നുണ്ട്, അതിൻ്റെ നീര് നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒറ്റമൂലിൽ നമ്മൾ പ്രധാനമായിട്ടും ചേർക്കുന്നത് ഈ പനിക്കൂർക്കയുടെ നീരാണ്. പിന്നെ രണ്ടാമത്തെ ഒരു മെഡിസിനൽ ഒരു സസ്യമാണല്ലേ ഈ ഒരു തുളസി എന്ന് പറയുന്നത്. അപ്പം തുളസി നീരും നമ്മൾ അതേപോലെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 2 ഇലകളും നമ്മൾ എടുത്തതിന് ശേഷം ഇതിൻ്റെ നീരെടുത്തിട്ട് നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ നമുക്ക് 2 നേരം കഴിച്ചാൽ നല്ലൊരു ആശ്വാസം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കഠിനമായിട്ടാണ് തോന്നുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. നമുക്ക് വീട്ടിൽ ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു ഒറ്റമൂലി മാത്രമായിട്ട് ഇത് നിങ്ങൾ കരുതാൻ പാടുള്ളൂ. അപ്പോൾ ഇതിൽ ഞാൻ എടുത്തിട്ടുള്ളത് ഈ 2 ഇലകളുമാണ് കേട്ടോ. നന്നായിട്ട് നമ്മൾ എടുത്തതിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്യണം. വാഷ് ചെയ്തതിന് ശേഷം ഈ 2 ഇലകളും നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിതിപ്പോൾ ഈ ഇലകളൊക്കെ ഇങ്ങനെ അടർത്തി എടുത്തതിന് ശേഷം ഒരു വലിയ ഇതേപോലെ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട്. അതിലിങ്ങനെ ഹോൾസ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങളതിൽ ഒരു വലിയ സ്പൂൺ ഉണ്ടെങ്കിൽ അതേപോലെ എടുക്കുക. അതിനുശേഷം ഇതേപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതൊന്നിങ്ങനെ ചൂടാക്കണം. ചൂടാക്കിയതിന് ശേഷമാണ് അതിൻ്റെ നീരെടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് ജസ്റ്റ് നമ്മൾ ഗ്യാസ് സ്റ്റൗവിൽ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്യുക. അതിനുശേഷം ഒന്ന് ചൂടാക്കി കൊടുക്കുക. അപ്പോൾ ഇപ്പം ഞാൻ ഇതുപോലെ വെക്കണം. അപ്പം ഫസ്റ്റ് നമ്മൾ പനിക്കുറുക്കിയുടെ ലീഫ് തന്നെ വെക്കുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് കരിയില്ലല്ലോ. ആ ഫ്ലെയിം തട്ടിയാലും പെട്ടെന്ന് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി കട്ടിയുള്ളത് കൊണ്ട് പനിക്കുറുക്ക വെക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ടാണ് കുറച്ച് തുളസി ലീഫ് വെച്ചിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും പനിക്കുറുക്ക, അങ്ങനെ ഞാൻ അറേഞ്ച് ചെയ്ത് ഇതേപോലെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഗ്യാസ് സ്റ്റൗ ഓൺ ചെയ്യുക. ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് പിടിച്ചു കൊടുക്കുക. ഇച്ചിരി നേരം ഇങ്ങനെ പിടിക്കുമ്പോഴേക്കും തന്നെ അതൊന്ന് നന്നായിട്ട് ഇങ്ങനെ വാടി വരും കേട്ടോ. അതിനുശേഷമാണ് ഇതിൻ്റെ നീരെടുക്കേണ്ടത് കേട്ടോ. നമുക്കിത് ഇങ്ങനെ വാട്ടാതെ നീരെടുക്കാൻ പറ്റും, എങ്കിലും ഇങ്ങനെ വാട്ടിയിട്ടെടുക്കുന്ന ആ ഒരു നീരിനാണ് ആ ഒരു എഫക്റ്റ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ എടുക്കുക. അതിനുശേഷം ഒരു കോട്ടൻ്റെ ഒരു ചെറിയ പീസ് തുണി എടുത്തതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ജസ്റ്റ് നമ്മളെ കൈ കൊണ്ട് ഇതിനെ ചെറിയ ചൂടോടുകൂടി ഇങ്ങനെ ജസ്റ്റ് ഇത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മളിങ്ങനെ ഞെരടി എടുക്കത്തില്ലേ, ഇതേപോലെ ഇങ്ങനെ ആക്കി എടുത്തതിന് ശേഷം ഇത് നമുക്ക് കംപ്ലീറ്റ്ലി ഈ ഒരു തുണി എടുത്ത് ഒന്ന് പിഴിഞ്ഞ് നമുക്കൊരു സ്പൂണിലേക്ക് ഡയറക്റ്റ് ഇത് ഒഴിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് 1 സ്പൂൺ ഉണ്ടാവും. ഈ ഒരു അളവിലാണ് എടുക്കുന്നുണ്ടെങ്കിൽ കറക്റ്റ് 1 സ്പൂൺ ഉണ്ട്, 1 ടേബിൾ സ്പൂണൊക്കെ ഉണ്ടാവും കേട്ടോ. മുതിർന്നവർക്കാണെങ്കിൽ ഈ ഒരു ടേബിൾ സ്പൂണൊക്കെ കുടിക്കാം. കുട്ടികളൊരു 5 വയസ്സൊക്കെയുള്ള കുട്ടികൾക്കൊക്കെ ആണെങ്കിലും നമുക്കിങ്ങനെ കൊടുക്കാം കേട്ടോ. പിന്നെ തീരെ ചെറിയ കുട്ടികളാണെങ്കിൽ നമുക്കറിയാമല്ലോ എത്രയാ പോഷൻ കൊടുക്കേണ്ടതെന്ന്, അങ്ങനെ കൊടുക്കാം. ഇത് കൊടുക്കുന്നത് കൊണ്ട് ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം ഇത് അത്രയും മെഡിസിനൽ എഫക്റ്റ് ഉണ്ട്. നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ നട്ടുപിടിപ്പിച്ച് അതിൽ നിന്ന് എടുക്കുന്നതല്ലാണ്ട് പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. നമ്മൾ ഏത് മെഡിസിൻ കഴിക്കുമ്പോഴും അതിൻ്റെ കൂടെ ഇത് അധികമായിട്ട് കഴിക്കരുത്. അങ്ങനെയുള്ള മെഡിസിൻസ് അല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ കാണിച്ച് നമുക്ക് ജലദോഷത്തിനും ചുമയ്ക്കൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടെങ്കിലും നമുക്കൊരു ആശ്വാസം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇത് കഴിക്കാവുന്നതാണ്. അപ്പം ഇതേപോലെ നീര് കിട്ടും. ഈ നീര് നമ്മൾ കുറച്ച് ഹണിയും കൂടി ചേർത്തിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നതായിരിക്കും നല്ല കേട്ടോ. കാര്യം ഇതിന് ചെറിയ കയ്പ്പ് രസം ഉണ്ടാവും. അപ്പോൾ കുട്ടികൾ കുടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. മുതിർന്നവർക്കാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ഹണിയും നല്ലതാണ് കേട്ടോ നമ്മുടെ തൊണ്ടയ്ക്കൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. അപ്പോൾ എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയായിരുന്നു കേട്ടോ ഇത് ഉപയോഗിച്ചപ്പോൾ. അതുകൊണ്ടാണ് പറയുന്നത്, തീർച്ചയായിട്ടും നിങ്ങൾ പരീക്ഷിച്ചതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കിട്ടുന്നെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങളിതൊന്ന് റെക്കമെൻഡ് ചെയ്യുക, ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനിയും ഇതുപോലെ നല്ല എന്തെങ്കിലും ഒറ്റമൂലിയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇനിയും നിങ്ങളുടെ അടുത്ത് വരാം തീർച്ചയായിട്ടും. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.